എൻ്റെ പേര് കൃഷ്ണജിത്ത് മോഹൻ. ഞാനിവിടെ എന്ന അസൈലം ഹൈബ്രിഡ് ക്യാമ്പസിലെ ജെ റിപ്പീറ്ററാണ്. അതെന്ന് വെച്ചാൽ ഈ ജെ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പാതി മാത്രമാണ് ഈ എക്സാമിൻ്റെ ടഫ്നെസ്. ബാക്കി വെച്ചാൽ ഈ കമ്പറ്റീറ്റീവ്നെസ് കൊണ്ടാണ്. ഈ 16 ലക്ഷം കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു സ്വന്തം വിലയിരുത്തലിനപ്പുറം ഈ നമ്മൾ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു കമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ കാണുന്ന ഓരോ ആൾക്കാരും ചിലപ്പോൾ എന്തായിരിക്കും ടോപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ എത്തുമ്പോൾ എന്താണ് ഒരു കമ്പറ്റീറ്റീവ്നെസ് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു മെന്റൽ പ്രഷർ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ സൈലം എന്താണ് അങ്ങനത്തെ ഒരു സ്റ്റുഡൻസ് ഉണ്ടാകുന്ന അങ്ങനത്തെ ഒരു സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ എന്താണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്താണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിലെനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയതാണ് മെന്റർഷിപ്പ് പ്രോഗ്രാം. ഇവിടുത്തെ മെന്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെയുള്ള വാർഡൻസ് ആയിക്കോട്ടെ, അവരെന്താണ് ഞങ്ങളുടെ ലേണിങ്ങിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടും ആക്റ്റീവായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാ ദിവസവും ഞങ്ങളെ വന്ന് ചെക്ക് ചെയ്യുന്നു. എന്താണ് ഞങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഫിസിക്കലിയോ മെന്റലിയോ. ഞങ്ങൾക്ക് എന്താണ് പഠിക്കുന്ന സിറ്റുവേഷൻ ഞങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാണ് എത്രയും പെട്ടെന്ന് റിസോൾവ് ചെയ്യാനാണ് തയ്യാറെടുക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ മാനേജർ ആയിക്കോട്ടെ, അങ്ങനത്തെ ഓരോ മെമ്പേഴ്സ് എന്താണ് ഇവിടെ എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ പഠിപ്പിനല്ലാണ്ട് വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്താണ് എനി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ അവർ എന്ത് ചെയ്യും ഏറ്റവും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഫാമിലി പോലെയാണ് ഈ സൈലം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഓരോ ഹാർഡ്വേഴ്സ് ചെയ്യുമ്പോഴും എന്താണ് ക്ലീനി ചെയ്യുന്ന ഒരു ചേച്ചി പോലും നമ്മളെ നോക്കി ചിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു മൊമെന്ററിൽ ഒരു ഹാപ്പിനെസ് കിട്ടും. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ സൈലത്തിന്റെ ഈ സിസ്റ്റത്തിന് അത്ര അട്രാക്റ്റീവ്നെസ് ഉള്ളത്. ഈ ജെ പോലത്തെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് വാല്യുവേഷൻ അപ്പുറം ഒരു കമ്പറ്റീറ്റീവ്നെസ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റാൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യണം. കാരണം ഇതൊരു റാങ്ക് ബേസ്ഡ് സിസ്റ്റം ആണല്ലോ. അപ്പൊ എന്താണ് ഈ എല്ലാ ദിവസവും ഞങ്ങൾക്ക് എന്താണ് ഈവനിങ് ആകുമ്പോഴേക്ക് DTS ഉണ്ടാവും, ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാവും. ഈ എക്സാംസ് ഒക്കെ എന്താണ് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഞങ്ങളെ പോലത്തെ ബാക്കിയുള്ള പിയേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നും അവർക്ക് എങ്ങനെ സ്കോർ ചെയ്യാനാവുമെന്നും നമുക്ക് നമ്മുടെ ലെവലിൽ തന്നെ എങ്ങനെ എന്ത് ചെയ്യാം ഓരോ ദിവസവും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം. തുടക്കത്തിൽ എന്താണ് അതൊരു സ്ട്രെസ്സാന്ന് തോന്നി. നമുക്ക് എന്താണ് എല്ലാ ദിവസവും ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഇങ്ങനെ കമ്പാരിസൺ ഉള്ളതുപോലെ. പക്ഷെ എന്താണ് ഇപ്പൊ അതെന്താണ് നമുക്ക് ആ സിസ്റ്റത്തിലേക്ക് എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതെന്താണ് ജസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റിനപ്പുറം നമുക്ക് നമ്മുടെ ലെവൽ എന്ത് ചെയ്യാം ഓരോ ദിവസവും ഇങ്ങനെ കൂടുന്നതായിട്ട് മനസ്സിലാവും. അത് എന്തെങ്കിലും എന്താണ് ഇടിച്ചതാഴ്ചകൾ ഉണ്ടെങ്കിൽ പോലും എന്താണ് അത്രയും പെട്ടെന്ന് തന്നെ ടീച്ചേഴ്സും മെന്റേഴ്സും ഒക്കെ അതിനുള്ള പ്രോബ്ലംസും അതിനുള്ള സൊല്യൂഷൻസും ഒക്കെ ഫൈൻഡ് ചെയ്യണം. അപ്പൊ എന്താണ് ഈ DTS ഒക്കെ എന്താണ് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ എന്താ GIB പോലത്തെ എക്സാം ഒക്കെ എന്താണ് നമുക്ക് എന്താണ് നമ്മൾ ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ലെവൽ മനസ്സിലാവും. എനിക്കിപ്പോ എന്താണ് ഞാനിവിടെ വന്നിട്ട് 3 മാസമായി. എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ക്ലാസ് കാണുന്നതും ക്ലാസ് റൂമിലെ പഠനമൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറം നമ്മളൊരു സെൽഫ് സ്റ്റഡി ഉണ്ടാവും. നമ്മുടെ ഹോസ്റ്റലിൽ ഇരുന്ന് നമ്മളെ ടേബിളിൽ ഇരുന്ന് എന്താണ് ഡെയിലി ചോദ്യം ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ജെയിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് എന്ന്. നമ്മൾ കുറേ തിയറിയും കോൺസെപ്റ്റിനപ്പുറം നമ്മൾ ഡെയിലി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങനെയാണ് നമ്മളൊരു ബേസ് ഉണ്ടാക്കുന്നത്. അതിലൂടെയാണ് എനിക്ക് തോന്നുന്നത് ഈ എക്സാമിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ എന്താണ് ഒരു ലെവൽ ഇങ്ങനെ റൈസായി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കോൺഫിഡൻ്റ് ആണ്.